അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ള മഹാന്മാരാണ് ബദരീങ്ങൾ. ബദരീങ്ങൾക്ക് അള്ളാഹു നൽകിയ ബഹുമാനം മറ്റു ശുഹദാക്കൾക്കൊന്നും അള്ളാഹു തആല നൽകിയിട്ടില്ല. എന്താണ് അതിന് കാരണം? ആ ബദരീങ്ങളുടെ ഏറ്റവും ഊക്കുള്ള ഈമാനായിരുന്നു അതിന് കാരണം. ബദരിയത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈമാനിന്റെ നിലനിൽപ്പാണ്. നമ്മുടെ ഈമാൻ പരിപോഷിപ്പിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും അതിൽ കേടായ ഒന്നും വന്നു ചേരാതെ കാത്തു സൂക്ഷിക്കുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം നൽകി ആദരിച്ച ബദരീങ്ങൾക്കുള്ള വലിയ ആദരവാണ് ഓരോ മാസവും അവരുടെ മദ്ഹ് ചൊല്ലി തവസ്സുലാക്കി അസ്മാ ചൊല്ലിയിട്ടുള്ള ദുആ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ബഹുമാനം നൽകിയ വിഭാഗമാണ് സ്വഹാബിമാരിൽ ബദരീങ്ങൾ. ധാരാളം സംഗതികൾ കാണാം. ബദരീങ്ങളിൽപ്പെട്ട കുറച്ച് ആളുകൾ വന്ന് ഒരു സദസ്സിൽ ഇരിക്കാൻ സീറ്റില്ലാതെ വിഷമിക്കുന്ന സന്ദർഭമുണ്ടായപ്പോ അവര് പുറത്തു നിൽക്കുകയാണ്. ഉള്ളിൽ സ്വഹാബിമാരൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എവിടെയും ഒരു സ്ഥലവുമില്ല. ഒരു പഴുതും ഇല്ലാതെ വിഷമിക്കുന്നൊരവസ്ഥ കണ്ടപ്പോ പുറത്താ നിൽക്കുന്നത് ആരാണ്? ബദരീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി മലക്കുകളെ ഇറക്കിക്കൊടുത്ത് അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ച ഏറ്റവും പരിശുദ്ധമായ ഒരു സമരമാണ് ബദർ. അതിനു മുമ്പ് ലോകത്ത് ഒരു നബി ശത്രുക്കളോട് പോരാടുന്ന സമയത്തും ഇவ்விதം അല്ലാഹു മലക്കുകളെ ഇറക്കി കൊടുത്തിട്ടില്ല. പരിശുദ്ധ ഖുർആനിലൂടെ ഞാനും നിങ്ങളും എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന അതല്ലേ, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. സൂറത്ത് യാസീനിൽ വലിയൊരു ചരിത്രം അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം നാട്ടുകാര് ക്രൂരമായ മർദ്ദന മുറകൾക്ക് വിധേയമാക്കി മഹാനവർകളെ കൊലപ്പെടുത്തിയപ്പോ ആ നാട്ടുകാരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി വാനലോകത്ത് നിന്ന് മലക്കുകളെ നാം ഇറക്കിയില്ല എന്ന് അല്ലാഹു പറയുന്നു. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഅ്. ആ സമുദായത്തെ ശിക്ഷിക്കുന്നതിന് മേൽഭാഗത്ത് നിന്ന് മലക്കുകളെ നാം ഇറക്കിയില്ല, ഒരു സൈന്യത്തെയും നാം ഇറക്കിയില്ല. വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ മലക്കുകളെ ഇറക്കി ശിക്ഷിക്കുന്ന പതിവും നമുക്ക് ഇല്ല. പക്ഷേ അവിടെ പറയുന്നു, മലക്കുകളെ ഇറക്കിക്കൊടുത്ത് അല്ലാഹു തആല ആദ്യമായി സഹായം നൽകിയത് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബിമാർക്കുമാണ്. അതെവിടെയാണ് സഹോദരങ്ങളെ? ബദറിലാണ്. ബദറിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കി കൊടുത്തു. ഘട്ടം ഘട്ടമായി മലക്കുകളെ ഇറക്കി കൊടുത്തു. വലിയ സഹായമാണ് അല്ലാഹു നൽകിയത്. ചെറിയ സഹായമല്ല, വലിയ സഹായമാണ് നൽകിയത്. 1000-ഓളം വരുന്ന ശത്രു സൈന്യം, അവര് എല്ലാവരും നല്ല രൂപത്തിൽ ഭക്ഷണം കഴിച്ച് ഒരു നേരം പോലും വിശപ്പ് അനുഭവിക്കാതെ സർവസായുധരായി മുന്നോട്ട് വന്നവരോട് നോമ്പ് നോറ്റും നടന്നും മറ്റു പലവിധേനയും ക്ഷീണം അനുഭവിച്ചവരാണെങ്കിലും ഈമാനിന്റെ ഊക്കോടെ മുന്നോട്ട് നീങ്ങിയപ്പോ റബ്ബ്
റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സഹായം നൽകി. മലക്കുകളെ ഇറക്കിക്കൊടുത്തു ഘട്ടം ഘട്ടമായി. ആ മലക്കുകളുടെ വലിയ സംഘശക്തി കൊണ്ട് അതാ ശത്രുപക്ഷം പിന്തിരിഞ്ഞു ഓടുകയാണ്. ശത്രുപക്ഷത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പോലും ഒരൊറ്റ സെക്കൻഡ് പോലും നിൽക്കാൻ ധൈര്യപ്പെടാതെ പിന്തിരിഞ്ഞു ഓടുന്ന ചരിത്രമല്ലേ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആ വലിയ സഹായം നൽകി അള്ളാഹു ബഹുമാനിച്ച ബദരീങ്ങൾ. ബദറിൽ പങ്കെടുത്ത 2-3 സ്വഹാബിമാര് പുറത്തു നിൽക്കുമ്പോ സത്യത്തിൽ സഹോദരങ്ങളെ വിശുദ്ധ ദീനിനൊരു നിയമം ഉണ്ട്. എന്താണ് ആ നിയമം? ഒരാൾ ഒരു സ്ഥലത്ത് വന്നിരുന്നാൽ ആ സ്ഥലം അയാൾക്ക് അവകാശപ്പെട്ടതാണ്. അവിടുന്ന് പിടിച്ചയാളെ എഴുന്നേൽപ്പിച്ച് വേറൊരിടത്തേക്ക് മാറ്റിമറിക്കാൻ പാടില്ല. ഉദാഹരണമായി 1-ാമത്തെ സൊഫിൽ വന്നിരിക്കുന്നു ഒരു 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി. അവിടെ വന്നിരുന്നാൽ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് ബേക്കോട്ടേക്ക് വലിച്ചിടാൻ പാടില്ല. ആ കുട്ടി വന്നിരിക്കുന്നതിന്റെ മുമ്പ് കാര്യബോധമുള്ള ആളുകൾ ആദ്യം വരേണ്ടിയിരുന്നു. അത് ജുമുഅക്കാണെങ്കിലും ജമാഅത്തിനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ആ കുട്ടി അവിടെ വന്നിരുന്നോ ആ സ്ഥലം ആ കുട്ടിയോട് ഏറ്റവും അഹക്കാണ്, ബന്ധപ്പെട്ടതാണ്. ഇതാണ് മൊത്തത്തിലുള്ള നിയമം. നിങ്ങൾ നോക്ക്, അത് ജമാഅത്തിന് മാത്രമല്ല, ഏത് സദസ്സിലും അത് ബാധകമാണ്. എന്തിനാണ് അങ്ങനെ വെച്ചത് എന്നറിയുമോ? കാര്യബോധമുള്ള ആളുകൾ നേരത്തെ വരാൻ വേണ്ടി. അവര് നേരത്തെ വന്ന് സീറ്റ് ഉറപ്പിക്കണം. അതേ സമയത്ത് വന്നിരുന്ന ഒരാളെ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറ്റരുത്. അത് പൊതുവെയുള്ള നിയമമാണ്. പക്ഷേ ബഹുമാനം അർഹിക്കുന്ന ബദരീങ്ങൾ അങ്ങനെ വന്നു നിന്നപ്പോ, നിൽക്കാൻ എവിടെയും സ്ഥലം കാണാതിരുന്നപ്പോ 2-3 സ്വഹാബിമാരെ പേരെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റിയിരുത്തിയിട്ട് പുറത്ത് കാത്തു നിൽക്കുന്ന ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരെ ആ സ്ഥലത്തേക്ക് ഇരുത്തി. സുബ്ഹാനല്ലാഹ്, അവരെ മനസ്സിലൊരു പ്രയാസവും ഉണ്ടാകാതിരിക്കാൻ ഉടനെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷം നൽകുന്ന ആയത്തിറക്കി കൊടുത്തില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. മുഅ്മിനീങ്ങളെ, ഒരു സദസ്സിൽ വിശാലത ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടാൽ വിശാലത ചെയ്തു കൊടുക്കണം. യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളെ മനസ്സ് അല്ലാഹു വിശാലമാക്കി തരും. നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു വിശാലത തരും. റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയപ്പോ വിശാലതക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുത്ത സ്വഹാബിമാരെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടായി. നമുക്ക് അല്ലാഹു വിശാലത ചെയ്തു തരാൻ നമ്മൾ എഴുന്നേറ്റ് കൊടുത്തത് കാരണമാണല്ലോ. അതേ സമയത്ത് ഇരിക്കുന്ന ആള് ബഹുമാനം അർഹിക്കുന്ന ഒരാൾ വരുമ്പോ എഴുന്നേറ്റ് മാറിക്കൊടുക്കുന്നത് ബഹുമാനത്തിന്റെ കാരണമാണ്. ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തി വരുമ്പോ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് തന്നെക്കാളും മുന്തിക്കേണ്ട ആള് എന്ന നിലക്ക് താൻ ഇരിക്കുന്ന സീറ്റ് ഒഴിവാക്കി കൊടുത്ത് ആ ബഹുമാനമുള്ള ആളെ മുന്തിക്കുന്നതും ആ ബഹുമാനമുള്ള ആൾ അവിടെ ഇരുത്തുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ വിശാലത തരാനും അതേ നമ്മുടെയും നമ്മുടെ മക്കളുടെയും സന്താന പരമ്പരയിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ഒരു കാരണമാക്കി തരും. സഹോദരങ്ങളെ, ആ ബദരീങ്ങൾ അവര് സാധാരണ ആളുകളല്ല. വലിയ ബഹുമാനം അല്ലാഹു നൽകിയവരാണ്. അവരെ ബഹുമാനം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളുടെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും നിലനിന്ന് കിട്ടാൻ ബദരീങ്ങളുടെ സ്മരണ അനിവാര്യമാണ്. ബദരീങ്ങളെ ഓർക്കുന്നതും അവരുടെ മദ്ഹ് പറയുന്നതും റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തല്ലല്ലോ അവരെ മദ്ഹ് പറഞ്ഞിരിക്കുന്നത്, 2 സ്ഥലത്തല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം? ലോകതലത്തിൽ തന്നെ സ്മരിക്കപ്പെടേണ്ട വലിയ വ്യക്തിത്വങ്ങളാണ് ബദരീങ്ങൾ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരിൽ ബദരീങ്ങൾക്കുണ്ടായ ബഹുമാനം ചെറിയ ബഹുമാനമല്ല, വലിയ ബഹുമാനമാണ്.
മുഅ്മിനീങ്ങളെ, നമ്മൾ അതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളണം. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അള്ളാഹു ബഹുമാനിച്ച എല്ലാ തലങ്ങളെയും ബഹുമാനിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച തലങ്ങളെ ബഹുമാനിക്കുന്നത് ഈമാനിന്റെയും തഖ്വയുടെയും ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. എന്ന് മാത്രമല്ല, ഈമാനും തഖ്വയിലൂടെയും ഏതെങ്കിലും ഒരു ആണിന് പെണ്ണിന് ഉയരങ്ങളിലേക്ക് എത്തണോ, അതിന് ബഹുമാനം അനിവാര്യമാണ്. ബഹുമാനം ഉണ്ടായേ പറ്റൂ. ബഹുമാനം ഉണ്ടാകേണ്ടവരോടൊക്കെ ബഹുമാനം ഉണ്ടാകണം. ബഹുമാനം ഉണ്ടാകേണ്ടവരോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിസാരമായ അവസ്ഥ ഉണ്ടായാൽ ഒരുപക്ഷെ നമ്മിലല്ല, നമ്മുടെ പരമ്പരയിലായിരിക്കും ഒരുപക്ഷെ അതിന്റെ ശിക്ഷ വരുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം പേടിക്കണം. ബഹുമാനിക്കേണ്ട ഏതെങ്കിലും തലങ്ങളിൽ ബഹുമാനക്കുറവുണ്ടാകരുത്. മാസാന്ത ബദർ മജ്ലിസ് നടക്കുമ്പോ, അതെന്ത് ബദർ മജ്ലിസ് ദ്വാരക്കാൻ നേരത്തെ ചോറുണ്ടാവില്ലേ? ഒന്നുമില്ലേ? സജീർണിയില്ലേ? ഈ വാർഷികത്തിന് വലിയ ചോറുണ്ടാവും. ഉണ്ടാവും. ചീനി കിട്ടാനാകുന്ന സമയത്ത് പോകാന്ന് വെക്കരുത്, അത് ബഹുമാനക്കേടാണ്. മിന്നവ്വലി ഇലാ ആഖിരി തന്നെ പങ്കെടുക്കും. ഏതായാലും അവസാനത്തെ ദുആയിൽ അങ്ങ് പോകാം, എന്നിട്ടൊന്ന് പങ്കെടുത്തു പോരാ. നീ പങ്കെടുത്തില്ലെങ്കിൽ എന്തേ പങ്കെടുക്കാതിരുന്ന ആരെങ്കിലും ചോദിച്ചാലോ? അതൊക്കെ ബഹുമാനക്കുറവാണ്. ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മജ്ലിസിൽ ഒരു മജ്ലിസാണ് ബദർ മജ്ലിസ്. പക്ഷെ അതിൽ പങ്കെടുക്കുന്നതിലൊന്നും അല്ല ഇപ്പൊ ആളുകളുടെ താല്പര്യം കാര്യമൊന്നും. മുസ്ലിങ്ങളുടെ താല്പര്യവും കാര്യങ്ങളൊന്നും അതിലല്ല സഹോദരങ്ങളെ. പ്രായഭേദമന്യേ, ഞാൻ നിങ്ങളെ നാട്ടിൽ ഒന്ന് ചീത്ത പറഞ്ഞു പറയണ്ട, പ്രായമേധമന്യേ ആളുകളുടെ താല്പര്യം ഫുള്ള് ഭൗതികതയിലാണ്. അതുകൊണ്ടൊരു ചുക്കും നേടാനും പോകുന്നില്ല. ഭൗതികതയിലാണ് ആളുകളുടെ താല്പര്യം മുഴുവനും. ഈ നാട്ടിന്റെ പരിസരത്ത് എവിടെങ്കിലും ഒരു അർദ്ധനഗ്നയായ സിനിമാ നടി വരുന്നുണ്ട് എന്നൊരു അനൗൺസ്മെന്റ് പോയോക്കട്ടെ. ഒരൊറ്റ അനൗൺസ്മെന്റ്, അത് ഏത് ഭാഷയിലായാലും വേണ്ടില്ല. നിങ്ങളെ ഭാഷയിലും പാടില്ല, ഖൽഖ് സമാവാത്തി ഭാഷയിലും പാടില്ല, ഏത് ഭാഷയിലായാലും വേണ്ടില്ല. ഒരു ഭാഷയിൽ അനൗൺസ്മെന്റ് പോയി നോക്കട്ടെ, എത്ര എണ്ണം ഉണ്ടാകും അവിടെ? അപ്പോഴാണ് ഈമാൻ വിലയിരുത്തേണ്ടത്. എത്ര എണ്ണുണ്ട് നേർക്ക് നേരെ ഈമാനുള്ള ആള് എന്ന് എണ്ണാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. സുബൈക്ക് ഉറക്കം പോയാലും പ്രശ്നമില്ല. പാതിരാത്രിയിലാണ് ടൂർണമെന്റ് തുറക്കുന്നതെങ്കിൽ എത്ര ആളുണ്ടാവും അത് വിജയിപ്പിക്കാൻ? പാതിരാത്രിയിൽ 12 മുതൽ 2 മണി വരെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇഷ്ടം പോലെ ആളുണ്ടാകും. നമ്മുടെ ആളുകൾ കണ്ടെത്തുന്ന സുഖം അവിടെയാണ്. പലരും അതിൽ എല്ലാവരും, ഒരാളെ മാത്രമായിട്ട് പറയാനില്ല, എല്ലാത്തരം ആളുകളും ഉണ്ട്. അത് ശീലിപ്പിക്കുന്നതിന് വേണ്ടി ചിലർ കുട്ടികളടക്കം കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഏതായാലും ഇങ്ങനെ മോശമായി, എന്നെക്കാളും മോശപ്പെട്ട ഒരാളായി നീ വളരണം എന്ന നിലക്ക് കുട്ടീനെയും കൊണ്ടുപോകുന്നു. വർക്കത്തിൽ ആ കുട്ടി അങ്ങനെയല്ലേ വരുള്ളൂ. ചെറിയ കുട്ടി, LKG പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് ഫസ്റ്റ് തന്നെ വിത്ത് അങ്ങനെ കൊടുത്തെങ്കിലല്ലേ ആ കുട്ടി അങ്ങനെ വരുള്ളൂ. അങ്ങനെയും കൊണ്ടുപോകുന്നു കുറെ ആൾക്കാർ. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ജനങ്ങളെ താല്പര്യം ഫുള്ള് അങ്ങനെയല്ലേ. ഒരു ഒഴിവ് കിട്ടിയാലോ ഒരു സമയം കിട്ടിയാലോ ആളുകൾക്ക് ഏറ്റവും വലിയ താല്പര്യം എന്തിനോടാണ്? സഹോദരങ്ങളെ, ശരിയായ ഇൽമുള്ള ഒരാളാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ഫലവത്താകുന്ന എന്തെങ്കിലും അമലുമായിട്ട് അയാൾ മുന്നോട്ട് നീങ്ങും. അതേ സമയത്ത് ശരിയായ ഒരു നിലക്ക് ഇൽമില്ലേ, ജഹാലത്താണോ അവന്റെ പക്കൽ കൂടുതലുള്ളത്, അവന് കണ്ടെത്തുന്നത് ഒരു ഭൗതിക സുഖമായിരിക്കും. ഭൗതിക സുഖം കണ്ടെത്തും. ആ ഭൗതിക സുഖം കണ്ടെത്താൻ ഒരാളും അവന് ഒന്നും കൊടുക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഈ ചെറിയ ദുനിയാവില്ലേ, ഈ ദുനിയാവിലെ ചില്ലറ അവന്റെ കയ്യിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തി അവന്റെ കയ്യിൽ ഒരു ഉപകരണവുമില്ലേ, ആ ഉപകരണവുമായിട്ട് അവനങ്ങനെ തമ്മിലടിച്ച് മുന്നോട്ട് പോകും. മണിക്കൂർ എത്ര കഴിഞ്ഞാലും പ്രശ്നമില്ല.
എത്ര നേരം ഉറക്കമൊഴിച്ചാലും പ്രശ്നമില്ല. അവന് കാണേണ്ടതും അവന് കേൾക്കേണ്ടതും എല്ലാ രംഗങ്ങളും ലോകാടിസ്ഥാനത്തിൽ ഒപ്പിയെടുക്കാൻ അവന് കഴിയുന്നുണ്ട്. നഅൂദുബില്ലാ. അതൊരു പരീക്ഷണമാണ് സഹോദരങ്ങളെ. ജീവിതത്തിൽ അല്ലാഹു തആല തരുന്ന ശരിയായ ഒരു പരീക്ഷണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനിക്കേണ്ട തലങ്ങളെ മുഴുവനും ബഹുമാനിക്കണം. അതിനാണ് ശരിയായ നിലക്കുള്ള ഈമാൻ എന്ന് പറയുന്നത്. ആ ബഹുമാനത്തിന്റെ അളവ് ഒരു വേള കുറഞ്ഞു പോയാൽ അതിനനുസരിച്ച് ഈമാൻ അങ്ങ് കുറഞ്ഞു പോകും.